കേരള സബർമതി സംസ്കാര വേദിയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് ആഘോഷവും കലാസാഹിത്യ സംഗമവും ആദരവും സംഘടിപ്പിച്ചു. കേരള സബർമതി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് ആഘോഷവും സാഹിത്യ പ്രതിഭകളെ ആദരിക്കലും കലാസാഹിത്യ സംഗമവും നടന്നു. സിനിമാ സംവിധായകൻ ജോയ് കെ മാത്യു ഉദ്ഘാടനം ചെയ്തു. സബർമതി സാംസ്കാരിക വേദി സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് മാരാരിക്കുളം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോം ജോസഫ് ചമ്പക്കുളം സ്വാഗതവും ബീന കുറുപ്പ് നന്ദിയും പറഞ്ഞു. സബർമതി സംസ്ഥാന കോർഡിനേറ്റർ രാജു പള്ളിപ്പറമ്പിൽ ആമുഖ പ്രസംഗം നടത്തി. അംബേദ്കർ ദേശീയ അവാർഡ് ജേതാവ് KR കുറുപ്പ് മാരാരിക്കുളം, ലോക കവി സമ്മേളനത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളായ ഫിലിപ്പോസ് തത്തമ്പള്ളി, ബി ജോസുകുട്ടി, ബിനി അനിൽകുമാർ എന്നിവരെയും സബർമതിയുടെ സഹകാരികളിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചുള്ള എഴുത്തുകാരെയും വേദിയിൽ ആദരിച്ചു. MB ഉത്തമക്കുറുപ്പ്, KR കുറുപ്പ് മാരാരിക്കുളം, നിമ്മി അലക്സാർ, ഗോപിക രംഗൻ, കലവൂർ വിജയൻ, ആശ കൃഷ്ണാലയം, ബീന കുറുപ്പ്, ബിനി രാധാകൃഷ്ണൻ, ദിലീപ് കുമാർ ചേർത്തല, ജെയിംസ് ജോൺ, H സുധീർ എന്നിവർ പ്രസംഗിച്ചു. എസ്എൽപുരം രംഗകലയിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. തുടർന്ന് കവിയരങ്ങും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. കാര്യത്തിലേക്ക് തന്നെ കൊണ്ടുവരുന്നതിന് വേണ്ടി മാത്രം ഉള്ളതാണ് സബർമതി സാംസ്കാരിക വേദി. അതുപോലെ തന്നെ അവസരായ കലാകാരന്മാരെ വീട്ടിൽ ചെന്ന് നമ്മൾ ആദരിക്കുകയും സാമ്പത്തികമായ സഹായങ്ങളൊക്കെ ചെയ്യും. കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞ പോലെ മെഡിക്കൽ എയ്ഡുകൾ, വീൽ ചെയറുകൾ, അതുപോലെ ഡയാലിസിസിനെല്ലാം വേണ്ട മെഡിക്കൽ എയ്ഡുകളെല്ലാം വീട്ടിൽ എത്തിച്ചു കൊടുക്കുകയും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളെല്ലാം കൊടുക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സബർമതി സാംസ്കാരിക വേദി, സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റ് എല്ലാം കൂടെ ചേർന്നുള്ള പ്രവർത്തനത്തിൻ്റെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷവും സംഗമത്തിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അതിന് ഇത്രയധികം ആൾക്കാർ പങ്കെടുക്കാനുള്ളതുകൊണ്ട് സംസാരിക്കാനുള്ളത് കൊണ്ടും ഈ എല്ലാവർക്കും, ഈ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു. 1000 പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നാലും നിങ്ങളുടെ മനസ്സിൽ ഉണ്ണി പിറന്നില്ലെങ്കിൽ ഒരു ഉത്സവം ഉണ്ടാകത്തില്ല. 1000 പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നാലും നിങ്ങളുടെ മനസ്സിൽ ഉണ്ണി പിറക്കണം. നിങ്ങളുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാകണം. ആ സന്തോഷം മറ്റുള്ളവരിലേക്ക് നിങ്ങൾ അത് പാസ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് നമ്മുടെ മനസ്സിലേക്ക് ക്രിസ്മസ് എന്ന് പറയുന്ന സന്ദേശം എത്തുന്നത്. അതുകൊണ്ട് യേശുവിന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഒരാളിനെങ്കിലും, പ്രാഞ്ചിയറ്റ് അൻസൈൻ എന്ന സിനിമയിൽ പറയാം, ഒരാളിന് വേദന അനുഭവിക്കുന്ന ഒരാളിനെങ്കിലും നിങ്ങളൊരു ആശ്വാസമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.